ഇപ്പോൾ ബാലയുടെ കുറേ ബാലലീലകൾ, അതായത് ബാലവേലകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലയാളികൾക്ക് ഇപ്പോൾ തീർത്തും ഒരു അസഹനീയമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ. അടുത്ത കാലത്ത് ബാലയും ഗോകുലുമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ചാണ്, ഒരു പ്രശ്നമില്ലാതെ ജീവിച്ചു വന്നത്. അതിന്റെ ഇടയ്ക്ക് ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്തിനാണ് ഹാപ്പി ആയിട്ട് ജീവിച്ചാണ്. പഴയ ബന്ധങ്ങൾ പഴയ കാലം മറക്കുക. അവര് ഹാപ്പി ആയിട്ട് ജീവിച്ചു എന്ന് പറയുന്നത് മലയാളികളുടെ തെറ്റിദ്ധാരണയല്ലേ എന്നാണ് ഞാൻ. ഗോകുലയും ബാലയും അതെ, ഇതിനു മുമ്പും എലിസബത്തായിട്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? പെണ്ണുങ്ങളെ വളയ്ക്കാനും അറിയില്ല, ബന്ധം വെക്കാനും അറിയില്ല, വിടാനും അറിയില്ല. പുള്ളിക്ക് ആൾക്കാരിൽ വരും, പെണ്ണുങ്ങൾ അടുത്ത് വരും, പക്ഷെ പുള്ളിക്ക് ആ ബന്ധം കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എലിസബത്ത് പറയുന്ന ഒരുപാട് ഫ്രോഡ് വേണ്ടിക്കുക പറയണം. അല്ല, എലിസബത്ത് കള്ളം പറയുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പറയുന്നത് സത്യമായി. ഒരു കാലത്ത് ബാല വളരെ നല്ല മനസ്സിലാണെന്ന് എല്ലാവർക്കും തോന്നിയത്, എനിക്കും തോന്നിയത് അങ്ങനെയാണ്. പക്ഷെ അന്നേ ചെയ്താണല്ലോ സംശയം ഉണ്ടായത്. ബാല അത്ര ഇന്നസെന്റ് അല്ല, ഫ്രോഡാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അമൃത പറയുന്നത് അല്ല, ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഇപ്പൊ രണ്ടുപേരും അങ്ങനെ ഒരേ അഭിപ്രായം പറയില്ലല്ലോ. എനിക്ക് അമൃതയെക്കാട്ടി ഇന്നസെന്റ് തോന്നിയ എലിസബത്താണ്. എലിസബത്ത് വളരെ ഇന്നസെന്റ് ആണ്. എലിസബത്തിന് കള്ളം പറയേണ്ട ആവശ്യമില്ല. അവരങ്ങനെ കുറേ നാളും ഉണ്ടായിരിക്കുകയായിരുന്നു, കാരണം പേടിയായിരുന്നു. അതിന് അവർ ട്രിഗർ ആവാൻ കാരണം ബാല എന്തോ ഇന്റർവ്യൂവിൽ പറഞ്ഞു, എന്തോ ഒരു മരുന്നിൻ്റെ കാര്യം എന്തോ, അതിലാണ് അവർക്ക് ട്രിഗർ ആയത്. അത്ര നാളും ഉണ്ടായിരിക്കുക. മരുന്ന് മാറിക്കൊടുത്തു. ബാലയെ ചുറ്റും ഇങ്ങനെ ഗുണ്ടകളുണ്ടെന്ന് പറഞ്ഞ് സത്യമാണ്. ഈ മരുന്ന് മാറിക്കൊടുത്ത ഒരു സംഭവം ഡോക്ടർ എലിസബത്ത് പറയുന്നുണ്ടല്ലോ, മരുന്ന് മാറിക്കൊടുത്തു. അതല്ല, അതാണ് അവർക്ക് വളരെ പ്രശ്നം തോന്നിയത്. അത് കേട്ടപ്പോഴാണ് അവർ ട്രിഗർ ആയത്. പിന്നെ വേറെ എന്തൊക്കെയല്ലോ എലിസബത്ത് ഒരുപാട് കാര്യം പറയാനുണ്ട്. അപ്പൊ എലിസബത്ത് ഇന്നസെന്റ് ആണെന്ന് പറയുമ്പോൾ അമൃത പറയുന്നതെല്ലാം കള്ളമാണോ എന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, അമൃത എനിക്ക് അറിയില്ല, അതും പരിചയമില്ല. പക്ഷെ അമൃതയെക്കാട്ട് ഇന്നസെന്റ് ആയി എനിക്ക് തോന്നി എലിസബത്താണ്. അത് ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച കുറേയേറെ അമൃത ഞാൻ ഒരിക്കൽ 138 വെച്ച് കണ്ടു, ഫോൺ നമ്പർ വന്നു. എനിക്ക് അധികം ഇന്ററാക്ഷൻ ഇല്ല. എലിസബത്തിനെ എനിക്ക് ഞാൻ ചില പേര് കാണുന്നതാണ്. എന്നാലും ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ വന്ന് തുറന്നു പറയുമ്പോൾ അതൊക്കെ നമുക്ക് വിശ്വസിക്കാതിരിക്കും. എത്ര നാളും ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അമൃതയെ കുറിച്ച് വലിയ ഇന്ററാക്ഷൻ ഇല്ല. പക്ഷേ എലിസബത്ത് പറഞ്ഞ പോലെ സത്യങ്ങളാണ്. കുറേ ഞങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ കള്ളം പറയുന്ന ആളായി തോന്നിയിട്ടില്ല.